ആദ്യം നമ്മൾ കഴുത്തിൻ്റെ വൈഡ് 2.5 ഇഞ്ചാണ് രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം കഴുത്ത് ഇറക്കം എന്ന് പറയുന്നത് ഞാനിവിടെ 6 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കഴുത്തിൻ്റെ അവിടെ വിട്ടിട്ട് 6.5 ഇഞ്ച് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം ആ താഴെ നിന്നും കറക്റ്റ് നമുക്ക് കറക്റ്റ് അളവിൽ കഴുത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ 2.5 ഇഞ്ച് മുകളിൽ ആക്കിയ അകലം തന്നെ താഴെയും രേഖപ്പെടുത്തിയതിന് ശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് നീളത്തിൽ കറക്റ്റായിട്ട് വരയ്ക്കുന്നു. അതിനുശേഷം താഴെ നമ്മൾ കറക്റ്റ് ഒരു കർവ് കൊടുക്കുന്നു. ആ കർവ് നല്ല കറക്റ്റായിട്ടാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ആം ഹോളിൻ്റെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കർവ് ഉണ്ടാക്കിയെടുക്കാം. ശേഷം മുകളിൽ ചെറുതായിട്ട് കോണ് പോലെ വെട്ടി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ച് ഇതേപോലെ ഇപ്പുറ സൈഡിൽ അതിൻ്റെ നമുക്ക് കറക്റ്റായിട്ട് പകർത്തിയെടുക്കാൻ വേണ്ടി ഇത് ഹെൽപ്പാക്കും. അന്നേരം നമ്മളിങ്ങനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മുകളിൽ കൂടെ ഒന്ന് പതിപ്പിച്ചൊന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ചോക്കിൻ്റെത് ഇപ്പുറത്ത് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കഴുത്ത് വരച്ചെടുക്കാൻ പറ്റും. നല്ലൊന്ന് പതിയെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇപ്പം നോക്കിയേ, ഇവിടെ തെളിഞ്ഞ് വന്നില്ലേ? അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ചോക്ക് വെച്ച് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കഴുത്തിൻ്റെ 2 ഭാഗവും നമുക്ക് കിട്ടും. അതിനുശേഷം ഇത് മുകളിലത്തെ ലൈനിങ് ക്ലോത്തും പിന്നെ മെയിൻ ക്ലോത്തായിട്ട് താഴെ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്തും എടുത്തു, നീല ക്ലോത്ത്. അതിനുശേഷം മെയിൻ ക്ലോത്ത് നമ്മൾ കറക്റ്റ് പകുതിയായിട്ട് പിടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ നമ്മൾ നേരത്തെ കോണ് വെട്ടിയ പോലെ ആക്കുക. അതിനുശേഷം നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ ക്ലോത്ത് വെട്ടിയതിൻ്റെ അവിടുത്തെ ആ കോണ് അത് കറക്റ്റായിട്ട് ഇതിന് വരുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ലെവലിന് പിടിച്ചതിന് ശേഷം തയ്യൽ മെഷീനിലൂടെ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം താഴെ നമ്മുടെ ആ കഴുത്തിൻ്റെ അവിടം വരച്ചത് റൗണ്ട് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അപ്പുറ വശം കൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് വീണ്ടും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഈസി ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, റൗണ്ട് നെക്ക് നമുക്ക് തയ്ച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നെക്ക് നമുക്ക് വെട്ടിക്കളയാം. നെക്ക് വെട്ടിയതിന് ശേഷം